ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി സ്വാഗതം. പുന്നമടക്കായലിലെ ആവേശം ഒപ്പിയെടുത്ത് പ്രേക്ഷകരെ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ 24 വാർത്താ സംഘം ഇപ്പോൾ ആലപ്പുഴയിലെ പുന്നമടയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലോത്സവമായി ഇത് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പുന്നമടയിൽ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു കലോത്സവത്തിന് തിരശ്ശീല ഉയർന്നത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കടുത്ത മത്സരം, വാശിയേറിയ മത്സരമാണ്. നമ്മളെ ഈ അതായത് മത്സരാർത്ഥികളൊക്കെ നമ്മൾ കണ്ടപ്പോൾ കടുത്ത മത്സരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എസ് വിജയകുമാർ ഉണ്ട്. വിജയകുമാർ, അപ്പോൾ നമ്മുടെ ഓമന ക്യാമറയെ നമ്മുടെ മേഘക്കേറികൾക്കിടയിലൂടെയുള്ള ക്യാമറയുടെ സന്നിവേശമൊക്കെ പ്രേക്ഷകരെ ഇന്ന് അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിജയകുമാർ. എസ്കെൻ, ഇവിടെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ, ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. ഫിനിഷിംഗ് പോയിന്റിലും സ്റ്റാർട്ടിംഗ് പോയിന്റിലും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഈ ചെറുവള്ളങ്ങളുടെ മത്സരം തുടങ്ങും. അത് കൃത്യസമയത്ത് ഇത്തവണ മത്സരങ്ങൾ തുടങ്ങും. കാരണം വള്ളങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. ചുണ്ടൻ വള്ളങ്ങളാണെങ്കിലും 21 എണ്ണമുണ്ട്. അതുകൊണ്ട് സമയത്ത് തന്നെ മത്സരം തുടങ്ങും. വെളിച്ചമുള്ള സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പതിവിലും നേരത്തെ തന്നെ, അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങും. ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ ഈ ചെറുവള്ളങ്ങളുടെ മത്സരത്തിന് തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ട്രാക്കൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാന വട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ട്രാക്കുകളൊക്കെ ഓക്കെ ആണോ എന്ന് ഉറപ്പിക്കാനുള്ള പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലെ വിക്ടറി ലൈൻ പോയിന്റ് എന്നാണ് ഇവിടെ അറിയുന്നത്. ഇവിടെ ഈ ഗാലറി അല്ലെങ്കിൽ ഈ പവലിയനിലേക്കൊക്കെ ആളുകൾ, കാഴ്ചക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ ക്ലബിൻ്റെയും ആരാധകരാണ്. ഓരോ ക്ലബിൻ്റെയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. വളരെ രാവിലെ തന്നെ ഇവിടെ വെയിലും മഴയും മാറി മാറി വരുന്നുണ്ട്. എസ്കൻ, ആ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ പത്രമൊക്കെ തലയിൽ ചൂടി കുറേ ആളുകൾ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇവരൊക്കെ വള്ളംകളി പ്രേമികളാണ്. ഇവരൊക്കെ ഏതൊക്കെയോ ക്ലബിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതാണ്. എവിടുന്നാ വരുന്നത്? നിങ്ങളൊക്കെ ചെറുവള്ളങ്ങളുടെ ആളുകളാണ്. അതിപ്പോ തുടങ്ങുമല്ലോ മത്സരം. ഇത്തവണ എന്താ? ഞങ്ങള് സി വിഭാഗത്തിൽ ഞങ്ങൾ കപ്പടിക്കും. ഗോതുരുത്ത് സ്ഥിരമായി സെന്റ് സെബാസ്റ്റ്യനും ഗോതുരുത്ത് പുത്രനും സെന്റ് സെബാസ്റ്റ്യൻ ഓണറാണ്. ഞങ്ങൾ ഗോതുരുത്തിന്റെ ഓണറാണ്. അങ്ങനെ ഞങ്ങളുടെ കരയിലുള്ള തന്നെയാണ് എല്ലാ. അതാണ് ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. എന്തോ പറഞ്ഞു? എല്ലാം കട്ടയ്ക്കാണ്. കട്ട വലിയായിക്കൊള്ളു. കാലാവസ്ഥ അനുകൂലമായാൽ നെഹ്റു ട്രോഫി ഒരു അവിസ്മരണീയമായി മാറി തീരും. ചുണ്ടൻ വള്ളങ്ങളുടെ എണ്ണം കൂടുതലും ഉണ്ടല്ലോ. കൂടുതലുണ്ട്. അതിൽ എണ്ണം പറഞ്ഞ വള്ളങ്ങൾ വളരെ പരിശീലനം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ നല്ലൊരു മത്സരം കാണാനാണ് വന്നിരിക്കുന്നത്. ചെമ്പ് നമ്മുടെ മമ്മൂട്ടിയുടെ നാട്. ചെമ്പിൽ നിന്ന് വൈക്കത്തു നിന്നൊക്കെ ആളുകൾ ഇതാ വന്ന് ഇവിടെ നേരത്തെ തന്നെ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്, സീറ്റ് പോകാതിരിക്കാൻ. ഇവിടെ UBC കൈനകരി അല്ലേ? ഇത്തവണ എല്ലാ തവണയും നിങ്ങൾ പ്രതീക്ഷയോടെയാണ് വരുന്നത്. കഴിഞ്ഞ തവണ നിരാശപ്പെട്ടു. ഇത്തവണ എന്തായിരിക്കും അവസ്ഥ? ഇത്തവണ ഒരുപാട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എല്ലാ വള്ളങ്ങളും, എല്ലാ ചുണ്ടൻ വള്ളങ്ങളും നല്ല പെർഫോമൻസ് ആണ് അവരുടെ ട്രാക്ക് എൻട്രിയിലെല്ലാം ഉള്ളത്. അതേപോലെ തന്നെ UBC കൈനകരി തലവടി ചുണ്ടൻ നല്ലപോലെ ഒരു വിജയം കരസ്ഥമാക്കുമെന്നാണ് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എസ്കെൻ. ഇവിടെ ബോട്ട് ക്ലബ്ബുകളുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഇപ്പോൾ കാരിച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്ക് കാരിച്ചാൽ എന്ന് പറയണ്ട, കാരി എന്ന് കേൾക്കുമ്പോഴേക്ക് ഇവിടെ വലിയ ആരവം ഉയരുന്നതാണ് പവലിയനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.